ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ കുറച്ച് ഫങ്ഷൻസിനുള്ള ഡ്രസ്സൊക്കെ എനിക്ക് സെറ്റാക്കി വെക്കാനുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്താ പറ്റിയത്, എന്തിനാ അഡ്മിറ്റ് ആയെന്നൊക്കെ ചോദിച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാട്ടോ. ഞാൻ ആ വീഡിയോ പകുതിയാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് അന്ന് മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ സെറ്റാക്കി വെക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് കാണിച്ചു. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള സാരി ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പൊ സ്റ്റിച്ച് ഞാനിപ്പോ ചെയ്യില്ല, ഡെലിവറിക്ക് ശേഷം ചെയ്യുള്ളൂ. പക്ഷെ ഹാൻഡ് വർക്ക് ഒക്കെ ഞാൻ ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ആക്കി വെക്കാനുള്ള ഒരു പ്ലാനാണ്. ഇതുകൊണ്ട് നമ്മുടെ ബേബിയുടെ നെയിമിങ് സെറമണിക്കുള്ള കോസ്റ്റ്യൂം ഉണ്ട്. അപ്പോ നിങ്ങൾ വിചാരിക്കും എന്തിനും ഇപ്പൊ തന്നെ ഒക്കെ ചെയ്ത് വെക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എനിക്ക് ഇതുപോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഇനിയിപ്പോ ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനായിട്ട് അത്രയും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ഹാൻഡ് വർക്ക് മാത്രമേ ചെയ്ത് വെക്കുന്നുള്ളൂ, സ്റ്റിച്ചിങ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഭായിമാരുടെ അടുത്ത് കൊടുത്താൽ അവർ നല്ല വൃത്തിയായിട്ട് വളരെ സാവധാനം സമയമെടുത്ത് ചെയ്തോളും. ഞാൻ ഇത് ഇന്ന് കൊടുത്ത് നാളേക്ക് തന്നെ വർക്ക് കംപ്ലീറ്റ് ആക്കി മേടിക്കും അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സൗകര്യത്തിന് എനിക്ക് ചെയ്തു തരാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മള് മുന്നേ കോയമ്പത്തൂർ പോയ സമയത്തേ നമ്മൾ വളകാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാരി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും നടക്കില്ല. അപ്പൊ വിശാഖ എന്നോട് ഇങ്ങനെ ചോദിക്കട്ടെ, ഫോട്ടോ എടുക്കണ്ടേ. അപ്പൊ ഞാൻ പറയും വേണ്ട, എനിക്ക് വയ്യ. ആ വിശാഖ ഒന്നും കുഴപ്പമില്ല, നമുക്ക് സ്കാനിങ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇവിടെ വീട്ടിലെവിടെയെങ്കിലും വെച്ചിട്ട് ഫോട്ടോ എടുക്കാം എന്ന് പറയും. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞ ആ ഒരു പ്ലാനേ മനസ്സിൽ നിന്ന് വിട്ടുവിടാം. ഒരു തോട്ടേ ഇപ്പൊ എന്റെ മനസ്സിലില്ല. അപ്പൊ അതുകൊണ്ട് ആ സാരി കണ്ടോ, ആ സാരിയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ നാളെ മോർണിംഗ് നമ്മുടെ താത്ത വരും. അപ്പൊ താത്താരുടെ അടുത്ത് ഈ ബ്ലൗസ് കൊടുത്തയക്കണം. പിന്നെ ബ്ലൗസ് പീസ് കൊടുത്തേക്കണം, സാരിയും കൊടുത്തേക്കണം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ, അതായത് അറ്റത്ത് വക്കടിക്കില്ലേ, അത് ചെയ്യാനുണ്ട്. പിന്നെ ചെണ്ടിടാൻ അതിനകത്ത് ഉണ്ടോന്ന് ഞാൻ നോക്കിയിട്ടില്ല, അത് ചെയ്യണം. അപ്പൊ എനിക്ക് എന്തായാലും കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ബ്ലൗസ് എന്റെ കറക്റ്റ് മെഷർമെന്റ് ഉള്ള ബ്ലൗസ് അലമാരയിൽ എവിടെയും ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ അത് തപ്പി പിടിച്ചിട്ട് അതിന്റെ കൂടെ കൊടുക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. പിന്നെ ബേബിയുടെ നെയിമിങ് സെറിമണിയുടെ ഔട്ട്ഫിറ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, അത് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. പക്ഷെ ഒരു ക്ലൂ തരാം കേട്ടോ, സാരിയാണ്. ഞാൻ ഓൾവേസ് ഒരു സാരി ലവർ ആയതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതൊരു സാരിയാണ്, അപ്പൊ അതും എനിക്ക് കട്ട് ചെയ്യാനുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാണല്ലോ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഫേഷ്യൽ ഹെയർ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതോ ചെയ്യുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഇപ്പൊ വേറൊരു നിവർത്തില്ല. ഞാൻ ഷാഗിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്റെ സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. കണ്ടോ, ആ ജനലും ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എന്റെ അല്ലറ ചില്ലറ സാധനങ്ങളാണ്. അപ്പൊ ഞാൻ എന്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പേഴ്സിലാക്കിയിട്ട് ഞാൻ ഷാഗിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയത് ഞാൻ എന്താ പറയാ, ഡോക്ടറെ ജസ്റ്റ് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് പോയതാ. അപ്പൊ ഒരു അഡ്മിഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലില്ല. അപ്പൊ പെട്ടെന്ന് പോയി അഡ്മിറ്റ് ആയി. അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന കാരണം കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുക, അവിടെ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ റേസറും പ്ലക്കറും ഒക്കെ വിശാഖിന്റെ വീട്ടിലാണ്. ഇനിയിപ്പോ ഈ പറഞ്ഞതുപോലെ വീട് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ പ്ലക്ക് ചെയ്തിട്ടൊന്നും വേദനിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലക്ക് ചെയ്ത് കളഞ്ഞിട്ടില്ല. എനിക്ക് തന്നെ ഇങ്ങനെ കാണുമ്പോൾ അധികം ഫേഷ്യൽ ഹെയർ ഒന്നും കാണുന്നില്ല. ഇങ്ങനെയൊക്കെ തിരിക്കുമ്പോൾ അത്ര അധികം പറഞ്ഞു. ഞാൻ അതിന്റെ ക്ലോസ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല ഫേഷ്യൽ ഹെയർ ഉള്ള ആളാണ്. എനിക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എനിക്ക് മറ്റേ ത്രെഡ് വെച്ചിട്ട് കളയാം, പ്ലക്ക് ചെയ്ത് കളയാം. കുറച്ചൊരു പെയിൻഫുൾ ആണ് എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ അത്ര അധികം ഇല്ല ഇവിടെയും. പക്ഷെ എനിക്ക് ചിന്നില് ഉണ്ട്. കാരണം എനിക്ക് പ്രഗ്നന്റ് ആകുന്നതിന് മുന്നേ ഇത്ര അധികം ഒന്നും ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രഗ്നന്റ് ആയി ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ പകുതി ആയപ്പോഴത്തേക്കും നല്ല ഹെയർ ഗ്രോത്ത് ആണ്. അത് മുഖത്ത് മാത്രമല്ല, കണ്ടോ കാണിച്ചു, കയ്യിന് കാണുന്നുണ്ടോ എന്ന് എനിക്കല്ല, എനിക്ക് ഇത്രയൊന്നും ഹെയർ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ചിലപ്പോ ഞാൻ നോട്ടീസ് ചെയ്ത് എനിക്ക് അങ്ങനെ തോന്നുന്നോണ്ടാണെന്ന് എനിക്കറിയില്ല, രണ്ട് കയ്യിലും കണ്ടോ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട്, കാലിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ ഒരു ചടപ്പുണ്ട്. വൃത്തികേട് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇത് ഈ ഘട്ടം വന്ന് കുറച്ചു നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഡൈനിങ് ഹാളിൽ പോയിരിക്കും. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ വന്ന് കിടക്കും. അല്ലാതെ ഞാൻ വേറെ പ്രത്യേകിച്ച് ഇങ്ങോട്ടും പോവാത്തത് കൊണ്ട്
അതെനിക്ക് ഇപ്പൊ വലിയ പ്രശ്നം തോന്നില്ല, എനിക്ക് ആകെ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ട് തോന്നുള്ളൂ. അപ്പൊ അതൊക്കെ പോട്ടെ, അതൊന്നുമല്ല നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. നമ്മൾ വിചാരിച്ചത് ഈ സാധനം ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു മടക്കുണ്ടല്ലോ, ഈ പ്ലീറ്റ് മടക്ക്, അത് ഞാൻ നിവർത്താൻ പോവാണേ. അപ്പൊ ഇവിടെ ഒരു കെട്ടൊക്കെ അതുപോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കളഞ്ഞിട്ടില്ല. അപ്പൊ കെട്ട് കട്ട് ചെയ്യാമെന്നാ വിചാരിച്ചത്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്കിത് ഇതിങ്ങനെ ഊരി എടുക്കാം. കണ്ടോ, സാരി അവര് കെട്ടിവെച്ച ആ ഒരു ത്രെഡുമ്മ തന്നെയാണ് ഇപ്പോഴും ഇരിക്കണേ. പക്ഷെ ഈ ഒരു മടക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നിവർത്താൻ തോന്നുന്നില്ല, അത്രയും നല്ല ഭംഗിയുള്ള മടക്ക്. ഇനി നമ്മളെ കൊണ്ട് എന്തായാലും അങ്ങനെ മടക്കാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ ടാഗ് 1850, 2315 രൂപയുടെ സാരി 1850 രൂപ. ഓക്കെ, അപ്പൊ ഞാനൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ശ്രീദേവി ടെക്സ്റ്റൈൽസിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്റെ 2 ചേച്ചിമാരുടെ കല്യാണത്തിനും ശ്രീദേവി ടെക്സ്റ്റൈൽസിൽ പോയിട്ടാണ് നമ്മള് ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എടുത്ത 2 ഡ്രസ്സും എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ശ്രീദേവി ടെക്സ്റ്റൈൽസിൽ പോയതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷോപ്പ് ചെയ്തതും, പിന്നെ അവര് നമ്മളെ കാറില് പിക്ക് ചെയ്യാൻ വന്നതും, അതുപോലെ ഡ്രോപ്പ് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്നാക്കിയതും, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്നത്തെ ശ്രീദേവി ടെക്സ്റ്റൈൽസ് അല്ല കേട്ടോ, ഇപ്പൊ മാറിയിട്ടുണ്ട്. അന്ന് ഞാൻ ഇത്തവണ ചെന്ന് ഞാൻ കണ്ടല്ലോ, അത്രത്തോളം വലിയൊരു ഷോപ്പായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ പോയാലും ഒരു 16-17 വർഷമായിട്ടുണ്ടാവും, മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ അത്രയും വർഷത്തെ അത്രയും ബാക്കിലെ സ്റ്റോറി ആട്ടോ ഞാൻ പറയുന്നത്. അപ്പോ അന്ന് ഇത്ര ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അന്നാണ് ഞാൻ ഫസ്റ്റ് ടൈമിൽ എന്താ പറയാ, നമ്മൾ താഴെ ഇങ്ങനെ ബെഡൊക്കെ ഇട്ടിട്ട് അതിലേക്ക് സാരി എടുത്തിട്ട് അങ്ങനെ സാരി പർച്ചേസിങ് ഫസ്റ്റ് ടൈം ഞാൻ അവിടെ കോയമ്പത്തൂർ ശ്രീദേവിയിൽ പോയപ്പോഴാണ് കാണുന്നത്. പിന്നെ അച്ഛൻ്റെ അനിയൻ അന്ന് കോയമ്പത്തൂർ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. അപ്പൊ അവരുണ്ടായിരുന്നു. അപ്പൊ അവരെ ചെറിയച്ഛനും ചെറിയമ്മയ്ക്കായിരുന്നു നമ്മുടെ ഗൈഡുകൾ. അപ്പൊ അങ്ങനെ എല്ലാവരും വീട്ടിൽ പോയിട്ടാണ് സാരിയൊക്കെ സെലക്ട് ചെയ്തത്. പക്ഷെ അന്ന് ഞാൻ സാരിയിലൊന്നും അത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. കാരണം ഞാൻ 5-ലോ 6-ലോ ഞാൻ പഠിക്കുമ്പോഴാണ് മൂത്തേച്ചിയുടെ കല്യാണം. അപ്പൊ എനിക്ക് സാരി പർച്ചേസിങ്ങിനെ പറ്റിയിട്ടൊന്നും വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഇപ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ശ്രീദേവി പോയിട്ട് എടുത്ത ഒരു സാരിയാണ് അതങ്ങനെ ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു മെമ്മറബിൾ സാരി ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉടുക്കാൻ വിചാരിച്ചതിന് നടക്കുകയും ചെയ്തില്ല, എന്നാ വിചാരിക്കാത്തൊരു ഫംഗ്ഷന് പോയി ഉടുക്കാനും പോവാണ്. പിന്നെ വേറൊരു കാര്യം, ശ്രീദേവിക്കാരനെ പറ്റിച്ചത്, നമ്മള് ഈ ഒരു സാരി ഉണ്ടല്ലോ, ഈ ഒരു സാരി അവിടെ കൊടുത്തു, അത് കൗണ്ടറിൽ ബില്ല് കഴിച്ചതിന് ശേഷം കൊടുത്തു ചെണ്ട് കെട്ടാൻ. അങ്ങനെ ചെണ്ട് കെട്ടിയിട്ട് വരാം, അല്ല ചെണ്ട് കെട്ടിയിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു അവിടെ കൊടുത്താൽ മതി, കൗണ്ടറിൽ ചെണ്ട് കെട്ടാനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു വന്നോളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് കൊടുത്ത് ഫുഡ് കഴിച്ചു വന്നു. അതായത് ഇത് ചെണ്ട് കെട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ സമയം മനഃപൂർവ്വം വൈകിച്ചതായിരുന്നേ. പക്ഷെ എന്നിട്ടും അവരത് തന്നിട്ട് ചെണ്ട് കെട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞത് നോക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെയാണ് സത്യം പറഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ടാണ് അവര് ചെണ്ട് കെട്ടി തരേണ്ടത്. ഞാൻ ഒരുപാട് ദൂരം വീണ്ടും നടന്നു പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിന്നത്, ഭക്ഷണം കഴിച്ചിട്ട് ഫ്രണ്ടിൽ ഞാൻ വെയിറ്റ് ചെയ്തു. വിശാഖ് പോയിട്ടാണ്, തനിയെ പോയിട്ടാണ് ഇത് മേടിച്ചത്. അപ്പൊ പിന്നെ വിശാഖും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവർ തരുന്നുണ്ടാവുക എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ കെട്ടിയിട്ടില്ല. നമ്മൾ അതിനു വേണ്ടി ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു, നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്തു. അത് എനിക്ക് ഈ പർച്ചേസിൽ വളരെ റിഗ്രഷൻ ആയിട്ട് തോന്നുന്നു. കാരണം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നല്ലോ. അപ്പൊ നമ്മള് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാ മതി എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാരി മേടിച്ചിട്ട് അവർ ചെണ്ട് കെട്ടിത്തരാം എന്ന് പറഞ്ഞപ്പോ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് എവിടെയോ ഒന്ന് ചായയോ അങ്ങനെ എന്തോ കുടിക്കാൻ കയറിയതോ അങ്ങനെ എന്തോ ആണ് ചെയ്തത്. അപ്പൊ എന്നിട്ടും ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വിശാലോട് പറഞ്ഞു നമുക്ക് വേറെ എങ്ങോട്ടും പോകണം, നമുക്ക് അവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ആ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ് നമ്മൾ ചെയ്തത്. കാരണം എനിക്ക് കൂടുതൽ നടക്കാൻ വയ്യ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നിട്ട് പോലും അവര് സാരിയിൽ ചെണ്ട് കെട്ടിത്തരാത്തതിൽ എനിക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടത്തോടെ ഇതിന്റെ പ്ലേറ്റ്സ് ഒക്കെ നിവർത്തിയിട്ട്, ഞാൻ കുറെ പ്ലേറ്റ്സ് നിവർത്താതെ ബ്ലൗസ് കട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ നോക്കി. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഇത് നിവർത്തി അയണൊക്കെ ചെയ്യണല്ലോ ഉടുക്കുന്ന സമയത്ത്. അപ്പൊ ഇപ്പൊ തന്നെ അങ്ങ് നിവർത്തിയ പഠിക്കുന്ന ചേച്ചിമാർക്കും അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ട് ഞാനതേ ഇത് നിവർത്തി. ഇതിൽ കാണുന്ന അത്ര ഡാർക്ക് പീക്കോക്ക് അല്ല, നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്ക്. ഇതിൽ കാണുമ്പോൾ പീക്കോക്ക് ബ്ലൂ ആണ്, പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ ഈ കളർ വരുന്നത്. അപ്പോ ഇനി ചേച്ചിനോട് പറയണം തലയുടെ ഭാഗത്ത്
അതായത് മുന്താണിയുടെ സൈഡില് വക്കടിക്കണ്ട, ഞാൻ ടാസൽസ് കെട്ടിക്കോളാം എന്ന് പറയണം. ബ്ലൗസ് പീസ് ഒക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇതാണ് ഇതിന്റെ നല്ല ഭാഗം. ഒരു തമിഴ്നാട് സ്റ്റൈൽ ഓഫ് സാരി ആട്ടോ, നമ്മുടെ കേരള സ്റ്റൈൽ പ്രിന്റഡ് സാരി അല്ല. പക്ഷെ നല്ല നല്ല ഭംഗിയുള്ള സാരിയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ബ്ലൗസ് ഒന്ന് വെട്ടട്ടെ. അപ്പൊ അതേ ബ്ലൗസ് പീസ് ഒക്കെ ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിലിനി മാർക്ക് ചെയ്യണം, ഹാൻഡ് വർക്ക് ചെയ്യാൻ കൊടുക്കണം. പിന്നെ സാരി ഒരു ചെറിയ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കണ്ടോ, മുന്താണിയുടെ ഈ ഒരു ഇതാട്ടോ ഇതിന്റെ പല്ലു വരുന്ന, മുന്താണി വരുന്ന ഇതിന്റെ ഈ ഒരു കുറച്ചൊരു പോർഷനിലേക്ക് ഇതിന്റെ ഒരു കളറ് കുറച്ചൊരു, അത് ഇനി അതുപോലെ ഡിസൈൻ ആയിട്ട് വന്നതാണോ എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടോ? കണ്ടോ, ഇങ്ങനെ ഒരു സാധനം ഇതിനകത്തുണ്ട്. ഇങ്ങനെ മഷി പറയുന്ന പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യണേ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഞൂറെടുത്ത് പോകുമ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ. പിന്നെ ഇനി ഈ ഫംഗ്ഷൻ ഉണ്ടാവുന്ന സമയത്ത് തന്നെ കയ്യില് ബേബി ഉള്ളത് കൊണ്ട് ഈ വൺ സൈഡ് സാരി ഉടുക്കല് കുറച്ച് കാലത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പൊതുവെ സാരി, അത് ഏത് സാരി ആണെങ്കിലും എനിക്കിഷ്ടമാണ്. എത്ര ഭംഗിയില്ലാത്ത സാരി ആണെങ്കിലും അത് ഭംഗിയിൽ ഉടുക്കാനാണ് എനിക്കിഷ്ടം. സാരിയുടെ ഭംഗി നോക്കില്ല എന്നല്ല, പക്ഷെ സാരിയുടെ ഭംഗിക്ക് നോക്കും. കണ്ടോ, അങ്ങനെ വെറും ബ്രൈറ്റ് ആയില്ലേ നമ്മൾ ഹാനാകൃഷ്ണ പുളിയഞ്ചി കഴിക്കുമ്പോ, പുളിയഞ്ചിന്നല്ലേ അല്ല ബീട്രൂട്ട് സാലഡ് കഴിക്കുമ്പോ എന്ന് പറഞ്ഞ് ഒരു ഹൈപ്പ് വരുന്ന പോലെ ഈ സാധനം കണ്ടോ. ഇതിപ്പോ ഞാൻ സാരി വെച്ചിട്ടില്ല, പക്ഷെ സാരി വെക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തിനുണ്ടാവുന്ന ഒരു, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, കണ്ടോ നല്ല വൈഡ് ആയിട്ടുള്ള ബോർഡറാണ്, അതായത് വിട്ട് കൂടുതലുള്ള ബോർഡർ. എനിക്ക് ഇങ്ങനത്തെ സാരി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ അമ്മ ഈ സാരി ഉടുക്കില്ല, കാരണം അമ്മയ്ക്ക് വൈഡ് ബോർഡർ ഇഷ്ടമല്ല. അതേസമയം എന്റെ അടുത്തുള്ള ചെറിയ ബോർഡറുള്ള സാരി ഒക്കെ അമ്മ എടുക്കും. എന്റെ അടുത്ത് ബോർഡർലെസ് സാരി ഉണ്ടെങ്കിൽ അത് അമ്മ എടുക്കും. അതിപ്പോ അവിടെ വിശാലിന്റെ അമ്മയാണെങ്കിലും അമ്മയ്ക്ക് ഈ സാരി ഒക്കെ ഇഷ്ടപ്പെട്ടു. വിശാലിന്റെ അമ്മ എന്ത് സാരി എന്താണെങ്കിലും അമ്മ എടുത്തോളും. അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ജിൽജിലായിട്ട് നിൽക്കുന്ന ഫാൻസി സാരികളൊന്നും അമ്മ എടുക്കാത്തുള്ളൂ. അല്ലാത്ത ഏത് സാരി ഞാൻ അമ്മയോട് പറയും. എന്റെ അടുത്ത് പിന്നെ ഒരുപാട് സാരി ഉള്ള കാരണം എപ്പോഴെങ്കിലും ഉടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയും ഉടുത്തോന്ന് പറയും. ഇവിടെ അമ്മോടും പറയും, അവിടുത്തെ അമ്മയോടും പറയും. പക്ഷെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു കൊടുന്നിരുന്നവരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോ കൊടുക്കൽ പറ്റ നിർത്തി. ഞാൻ വളരെ എന്താ പറയുക, വിരലിൽ എണ്ണാവുന്ന എനിക്ക് വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ എന്റെ സാരി കൊടുക്കുള്ളൂ. എനിക്കൊരു അനുഭവം ഉണ്ടായി, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ആ അനുഭവം എന്താ പിന്നെ പറയാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ അമ്മയ്ക്കൊന്നും പൊതുവെ ഇങ്ങനത്തെ വലിയ ബോർഡർ ഇഷ്ടമല്ല. പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് വലിയ ബോർഡർ ഇഷ്ടമില്ലാത്ത ആളുകളാണ്. അതെന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആരെങ്കിലും അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇതേ ഇതാട്ടോ സാരി വരിക, എനിക്ക് നീറ്റ് നിൽക്കാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പോ ഇങ്ങനെയായിരിക്കും നമ്മുടെ സാരിയുടെ ഒരു ഉടുക്കുമ്പോഴൊരു നമ്മുടെ മുഖത്തേക്കുള്ള റിഫ്ലക്ഷൻ ഇങ്ങനെയാണ് വരിക. ഇനി അതൊന്ന് മടക്കി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ബേബിയുടെ ഫംഗ്ഷനുള്ള സാരിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മടക്കി വെക്കാണ്ട്. അപ്പോ അത് ഞാൻ കാണിച്ചു തരാത്തത് സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ എന്തായിരിക്കും, കളർ സാരി ആയിരിക്കുമോ, സെറ്റ് സാരി ആയിരിക്കുമോ, മറ്റേ അതായത് ഇപ്പത്തെ ട്രെൻഡിങ് സാരി ഉണ്ടല്ലോ, കല്യാണി കോട്ടൺ സാരി, അപ്പൊ ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. അപ്പൊ ദേ നമ്മുടെ സാരി ഞാൻ നന്നായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തു വെക്കാം. അതുപോലെ ഒരെണ്ണം കൂടി ചെയ്യാനുണ്ടേ. അപ്പൊ നമ്മുടെ പാക്കിംഗ് പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ നാളെ വരുമ്പോൾ പോകാനുള്ള പാകത്തിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പണി തീർന്നു കിട്ടിയെന്ന് മാത്രം. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിലേക്കുള്ള ഒരു ഡിസൈൻ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. 3 അങ്ങനെ റെഫറൻസ് പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് എന്തായാലും ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് താഴെ കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ഹൈനെക്ക് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ പിങ്ക് ആൻഡ് പീക്കോക്ക് ഗ്രീൻ സാരിക്ക് പീക്കോക്ക് ഗ്രീൻ പറയാം. അപ്പോൾ ഒരെണ്ണം ഈ ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണം. ഞാൻ എടുത്ത് വെച്ചതായിട്ടുണ്ട്. 3 അങ്ങനെ നോക്കി വെച്ചതാണ്. വേറെ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊരെണ്ണം, ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രൈഡ് റെഫറൻസ് അയച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവരിതല്ല ചെയ്തത്, വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ റെഫറൻസ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബഡ്ജറ്റൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് അന്ന് അയച്ചപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് കുറച്ച് ഹെവിയാണ്, കാരണം നമ്മൾ ബേബീനെ എടുത്ത് നിൽക്കുന്ന സമയത്ത് ബേബിക്ക് ഇത് ഇറിറ്റേഷൻ ആവുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഇത് ബാക്ക് സൈഡ് ആട്ടോ, ഫ്രണ്ടിലൊന്നും ഇത്ര വർക്കില്ല. ഫ്രണ്ടിൽ
ഫ്രണ്ടിൽ നെക്കിൽ മാത്രമേ വർക്കുള്ളൂ. സ്ലീവിലും വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ബോർഡർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്തേ എനിക്ക് മുടി ലെങ്ത് ഉള്ള കാരണം നമ്മൾ ബൺ ടൈപ്പ് എന്തായാലും ഞാൻ കെട്ടില്ല. അപ്പോൾ ഇതിന് ബൺ ടൈപ്പ് ഒക്കെ ആണെങ്കിലാണ് ഹീറോയിനൊക്കെ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മെസ്സി ബ്രൈഡൊക്കെ ആയിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ പിന്നെ നോക്കാം, നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും നമ്മുടെ പിങ്ക് സാരിക്ക് കൊടുക്കാം. മറ്റതിൻ്റെ വർക്കൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അത് ഫുൾ സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അതൊരു വളരെ സിമ്പിളായിട്ട് ചെയ്യാനേ ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ബേബിയുടെ സെറിമണി ആകുമ്പോൾ കുഞ്ഞിനൊരു ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. നമ്മൾ എടുക്കുന്ന സമയത്ത് അതുപോലെ തുള്ളക്കിടുന്ന സമയത്ത് അതൊന്നും വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ നോക്കി വെച്ചിട്ടില്ല. ഇനി നോക്കണം. ഇത് നാളെ കൊടുക്കുന്ന സമയത്ത് ഇന്ന് നൈറ്റോ അല്ലെങ്കിൽ നാളെയോ സമയം പോലെ മതി, നമ്മുടെ സമയം. ഞാനിപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് ഇതൊന്ന് എന്താ പറയുക എടുത്തു വെച്ചു എന്ന് മാത്രം. ഇനി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്ത് ഫോട്ടോക്ക് റെഫറൻസ് അയച്ചു കൊടുത്താൽ മതി. ഭായിമാർ അവരുടെ സമയം കിട്ടുന്നതിൻ്റെ സമയത്തോ അല്ലെങ്കിൽ നൈറ്റ് ഫ്രീ ടൈമിലൊക്കെ അവർ ചെയ്ത് സെറ്റാക്കി വെച്ചോളും. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി എനിക്ക് അമ്മതേ വൈകുന്നേരത്തെ എൻ്റെ സ്നാക്സ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മപ്പനോട് വന്ന് പറഞ്ഞു പാല് കുടിക്കാം, ചെറുപയർ ഉപ്പേരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്നാക്സ് കഴിക്കാൻ പോയിട്ട് ഞാൻ സ്നാക്സ് ഒക്കെ എടുത്തു. ഇന്ന് പാലിൽ കുറച്ച് ഹോർലിക്സ് ഉണ്ട്, മധുരയിടാതെ ഹോർലിക്സ് കുടിക്കുന്നു. പിന്നെ അതേ നമ്മുടെ ചെറുപയർ ഉപ്പേരി. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആക്കണം. വീഡിയോ ഞാൻ വൈൻഡപ്പിയാണ്. കാരണം ഈ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഞാൻ ഇത് കഴിക്കും, നമ്മുടെ സ്നാക്ക് കാപ്പി കഴിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ റൂമിൽ പോകും, കുറച്ച് നേരം കിടക്കും. ഇനി അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ 8 മണിയാകുമ്പോൾ എണീക്കും, ഭക്ഷണം കഴിക്കും, മരുന്ന് കഴിക്കും, കിടക്കും. ഇത്ര മാത്രമല്ല, ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാല് ഉയർത്തി വെച്ച് കിടക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസ് ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഹാൻഡ് വർക്ക് ബ്ലൗസോ വെഡ്ഡിങ് ഡ്രസ്സോ വെഡ്ഡിങ് ലെഹങ്കാസോ ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ നമ്മുടെ പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഞാനില്ലെങ്കിലും ഞാൻ ഡയറക്റ്റ്ലി ഇപ്പോൾ സ്റ്റോറിൽ പോകാറില്ലെങ്കിലും നമ്മുടെ സ്റ്റാഫെല്ലാം ചെയ്ത് സെറ്റാക്കി തരും. അപ്പോൾ ഒരു കുഞ്ഞ് ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്തത് മാത്രം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.